ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം സൈനസൈറ്റിസിനെ കുറിച്ചാണ്. നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ സൈനസ് എന്ന് പറയുന്നത് നമ്മുടെ എയർ സ്പേസാണ് നമ്മുടെ സ്കള്ളിൽ കാണുന്നത്. നമ്മൾക്ക് 4 ടൈപ്പ് സൈനസ് ആണുള്ളത്: ഫ്രോണ്ടൽ, മാക്സിലറി, എത്തിമോയിഡൽ ആൻഡ് സ്പിനോയിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്ന ഒരു എയർ സ്പേസാണ്. അപ്പോൾ ഇവിടെ വരുന്ന നീർക്കെട്ട് കൊണ്ട് നമ്മൾക്ക് ഉണ്ടാകുന്ന പെയിനെയാണ് സൈനസൈറ്റിസ് എന്ന് പറയുന്നത്. സൈനസ് എപ്പോഴാണ് ബ്ലോക്ക് ആവുന്നതെന്ന് വെച്ചാൽ ഈ എന്തെങ്കിലും ഇൻഫ്ലമേഷനോ അല്ലെങ്കിൽ ഇൻഫെക്ഷനോ കൊണ്ട് ഈ സൈനസ് ബ്ലോക്ക് ആവും. അതുവഴി നമ്മൾക്ക് ആ ഒരു നീർക്കെട്ട് കൂടുകയും ഇതുവഴി ഭയങ്കരമായിട്ടുള്ള പെയിനും പ്രഷറും നമ്മുടെ മുഖത്ത് അനുഭവപ്പെടുന്നു എന്നുള്ളതാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്നെന്ന് പറയണത് ഒന്നീ റണ്ണിങ് നോസ് ആയിരിക്കും, അല്ലെങ്കിൽ ബ്ലോക്ക്ഡ് ആയിട്ടുള്ള നോസ് ആയിരിക്കും. അടുത്തൊരു പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് വെച്ചാൽ ഹെഡേക്കാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഫോർഹെഡിൽ അല്ലെങ്കിൽ ബിഹൈൻഡ് ദ ഐസിലായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നു. അടുത്തൊരു കാര്യം എന്ന് വെച്ചാൽ പോസ്റ്റ്നേറ്റൽ ഡ്രിപ്പാണ്. അടുത്തൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ ഫേഷ്യൽ പെയിൻ അല്ലെങ്കിൽ പ്രഷറാണ്. പിന്നെ അല്ലെങ്കിൽ കഫ് അല്ലെങ്കിൽ ഒരു സോത്രോട്ടൊക്കെ വരാം. ഇപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളെന്ന് പറയുന്നത്. വേറൊരു പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് ലോസ് ഓഫ് സ്മെല്ലോ ടേസ്റ്റാണ്. പിന്നെ ചില കേസുകളിൽ ഫീവർ ഇതിന് കൂടിയിട്ട് വരുന്നതായിട്ട് കാണാം. പിന്നെ നമ്മുടെ ബ്രത്തിൽ അതായത് ഒരു ബാഡ് സ്മെല്ല് വരിക, അല്ലെങ്കിൽ വായിൽ ഒരു ടേസ്റ്റിൻ്റെ ഒരു വ്യത്യാസം വരിക, ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് സൈനസൈറ്റിസിനെ നമുക്ക് 3ആയിട്ട് തിരിക്കാൻ പറ്റും: അക്യൂട്ട് എന്നും, സബ് അക്യൂട്ട് എന്നും, ക്രോണിക് എന്നും. പിന്നെ ഈ അക്യൂട്ട് എന്ന് പറയുമ്പം ഒരു 4 ആഴ്ചയ്ക്ക് താഴെയുള്ളൊരു ഒരവസ്ഥയാണെങ്കിൽ അതിനാണ് നമ്മൾ അക്യൂട്ടായിട്ട് കണക്കാട്ടുന്നത്. ഇതെന്ന് പറയുന്നത് കൂടുതലും വൈറൽ ഇൻഫെക്ഷൻസ് കൊണ്ടുവരുന്നുണ്ട്. സബ് അക്യൂട്ട് എന്ന് പറയുമ്പം 4 ആഴ്ചയ്ക്കും ഒരു 12 ആഴ്ചയ്ക്ക് ഇടയ്ക്ക് വരുന്നതിനാണ് സബ് അക്യൂട്ട് എന്ന് പറയുന്നത്. പിന്നെ ക്രോണിക് എന്ന് പറയുമ്പം ഇതിൽ കൂടുതലായത് മോർ ദാൻ 12 വീക്സിൽ വരുന്നതിനാണ് സബ് അക്യൂട്ട് എന്ന് പറയുന്നത്. ഈ ക്രോണിക് ആയിട്ടുള്ള ഈ സൈനസൈറ്റിസ് എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ അലർജീസ് കൊണ്ടുവരാം, അല്ലെങ്കിൽ നമ്മുടെ സ്ട്രക്ചറൽ ഡിഫോമിറ്റി കൊണ്ടുവരാം, അല്ലെങ്കിൽ നേസൽ പോളിപ്പോക്ക് കൊണ്ടാണ് ഈ ക്രോണിക് ആയിട്ടുള്ള സൈനസൈറ്റിസിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത്. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് സൈനസൈറ്റിസ് വരാമെന്ന് വെച്ചാൽ, ഒന്നെന്ന് പറയണത് നമ്മുടെ കോമൺ കോൾഡ് കൊണ്ടുവരാം, അല്ലെങ്കിൽ ഈ ഒരു പോളിപ്പ് കൊണ്ടുവരാം, അല്ലെങ്കിൽ വെതർ ചേഞ്ചസിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടുവരാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ കൊണ്ടുവരാം, ഇല്ലെങ്കിൽ കോൾഡ് ഐറ്റംസ് എന്തെങ്കിലും കഴിക്കുന്നത് കൊണ്ടുവരാം, ഇല്ലെങ്കിൽ പൊല്യൂറ്റൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഇറിറ്റൻസ് കൊണ്ടുവരാം. ഈ കാരണങ്ങളൊക്കെ ആയിരിക്കും മെയിൻ ലക്ഷണമെന്ന് പറയുന്നത്. ഇതിൻ്റെ മെയിൻ കാരണങ്ങളെന്ന് പറയുന്നത് ഇതിൻ്റെ സൈനസൈറ്റിസിൻ്റെ പ്രോബ്ലംസ് എന്ന് പറയുന്നത്. ആയുർവേദത്തിൽ ഇതിന് ഫലപ്രദമായിട്ടുള്ള ചികിത്സ ലഭ്യമാണ്. ലൈക്ക് ഇൻറ്റേർണൽ മെഡിസിൻസ് വിത്ത് എക്സ്റ്റേണൽ തെറാപ്പീസാണ് നമ്മൾ ചെയ്യുന്നത്. ഇൻറ്റേർണൽ മെഡിസിൻസ് ലൈക്ക് അമൃതോത്തരം, ഷഡ്ധരണം, ബയോജസ്റ്റ് അല്ലെങ്കിൽ വ്യോഷാദി വടകം പോലുള്ള മെഡിസിൻസ് നമുക്ക് കൊടുക്കാവുന്നതാണ്. ഇതുവഴി നമുക്ക് ഫലപ്രദമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഇതിന് ലഭ്യമാണ് സൈനസൈറ്റിസിന്. പിന്നെ അതുപോലെ തന്നെ പുറമേയുള്ള കാര്യങ്ങൾ ലൈക്ക് പഞ്ചകർമ്മ ട്രീറ്റ്മെൻറ്റ് ലൈക്ക് നമ്മുടെ നസ്യം ഇതിന് വളരെ ഫലപ്രദമാണ്. വേറെ ഇതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെന്ന് വെച്ചാൽ നമ്മുടെ ഫുഡ് ഹാബിറ്റ്സിൽ ശ്രദ്ധ ചെലുത്തുക എന്നുള്ളതാണ്. കോൾഡ് ഐറ്റംസൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്ത് കൂടുതൽ തല വിയർക്കാതിരിക്കുക, അല്ലെങ്കിൽ നേപ്പ് ഓഫ് ദ നെക്കിൽ വിയർക്കുന്നത് അവോയ്ഡ് ചെയ്യാം. എപ്പോഴും ഒരു ടവലോ അങ്ങനെ എന്തെങ്കിലും വെച്ച് നേപ്പ് ഓഫ് നെക്കിൽ മാക്സിമം അതൊന്ന് ആ ഒരു വിയർപ്പിനെ മാറ്റുക എന്നുള്ളതാണ്. പിന്നെ തണുത്ത ആഹാരങ്ങൾ അല്ലെങ്കിൽ തണുത്ത വെതർ ക്ലൈമറ്റിലോട്ട് കൂടുതൽ എക്സ്പോസ് ആവാണ്ടിരിക്കുക എന്നുള്ളത്. ഈ ഫാനിൻ്റെയോ അല്ലെങ്കിൽ എ സിയുടെയോ നേരെ താഴെ കിടക്കാതിരിക്കുക എന്നുള്ളതാണ്. മാക്സിമം അതിലോട്ട് എക്സ്പോസ്ഡ് ആവണമെങ്കിൽ തന്നെ നമ്മുടെ ചെവിയിൽ 2 കോട്ടൺ പീസ് വയ്ക്കുന്നത് വളരെ ഗുണം ചെയ്യാവുന്ന ഒന്നാണ്. അത് നമ്മുടെ യൂസ്റ്റേഷ്യൻ ട്യൂബിന് ബ്ലോക്ക് ചെയ്യും. അതുവഴി നമ്മൾക്ക് ഫർദറായിട്ടുള്ള ഇൻഫ്ലമേഷനോ ഇൻഫെക്ഷനോ നമുക്ക് തടയാൻ ശ്രമിക്കാവുന്നതാണ്. പിന്നെ ചെറിയ ചൂടുള്ള വെള്ളം, നമ്മുടെ ഒരു ശകലം ചുക്കും മല്ലി അധികം ഇട്ട വെള്ളം ധാരാളമായിട്ട് കുടിക്കാൻ ശ്രമിക്കാവുന്നതാണ്. ഇതുവഴി നമ്മളുടെ കൂടുതലായിട്ടുള്ള എന്തെങ്കിലും ചെറിയ ഇൻഫെക്ഷനൊക്കെ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ അത് സ്റ്റോപ്പ് ചെയ്യാൻ ഈ ഒരു മിറാക്കിളായിട്ടുള്ള ഒരു വാട്ടറിന് സഹായിക്കുന്നതാണ്. പിന്നെ മാക്സിമം ഈ ഫ്രിഡ്ജിൽ ചൂടാക്കിയ സാധനങ്ങളൊക്കെ അവോയ്ഡ് ചെയ്ത് ചെറിയ ചൂടുള്ള ഭക്ഷണങ്ങൾ ഡെയിലി കഴിക്കുന്നത് അഡ്വൈസബിൾ ആയിട്ടുള്ള കാര്യമാണ്.